ആ ചേച്ചി, കുറച്ച് ദിവസമായി കണ്ടിട്ട്. സുഖാണോ? ആ ഗീതയാ, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് സുഖം തന്നെ. നിന്റെ വിശേഷം എന്തൊക്കെയാ? കുറച്ച് ദിവസമായല്ലോ അങ്ങോട്ട് വന്നിട്ട്. ആ ചേച്ചി, കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. വിശേഷങ്ങളൊന്നും അറിയാറില്ല. ചേച്ചി അന്ന് പറഞ്ഞ ആ മാതാമ്മ പാഴ്സൽ അയച്ചോ ചേച്ചിക്ക്? ആ അതെ, മാതാമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് അവരുടെ അമ്മയെ പോലെ തോന്നണം. എന്തായാലും അവരെനിക്ക് ഗിഫ്റ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടും അവർ സമ്മതിക്കണില്ല. അവരുടെ അമ്മയെ പോലെയാണ്, സ്വീകരിക്കണം, അല്ലെങ്കിൽ അവർ വഴക്കിടും, അവർക്ക് അത്ര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അയച്ചു തരാമെന്ന് പറഞ്ഞു. ആ അവർ കുറേ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു. മാല, ഉടുപ്പ്, ചെരുപ്പ്, ഐഫോൺ, ആപ്പിൾ ലാപ്ടോപ്പ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും, സ്വർണത്തിൻ്റെ മാല, എന്തൊക്കെയാണെന്നറിയോ? 5 ലക്ഷം രൂപ കൂടെയുള്ള സാധനങ്ങൾ ഉണ്ടായില്ല. എനിക്ക് കണ്ണു തള്ളിപ്പോയി. ചേച്ചിക്ക് കിട്ടിയോ ചേച്ചി പാഴ്സലൊക്കെ? ചേച്ചി, എനിക്കൊരു ഫ്രണ്ട് FB-യിലുണ്ട്. പുള്ളി എനിക്ക് ഗിഫ്റ്റൊക്കെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അത് ചേച്ചിയോടൊന്ന് പറയാന്ന് വെച്ചിട്ട് ഞാൻ വന്നതാ. എടി, അത് ഫേക്കായിരുന്നു. അവർക്ക് കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് 25,000 രൂപ ഞാൻ അയച്ചു കൊടുക്കണം. അത്ര മുംബൈയിൽ വന്ന് കിടക്കുകയാണ് സാധനം. പൈസ അയച്ചു കൊടുത്താലേ വരുള്ളൂ. ഞാൻ പല ആൾക്കാരോടും അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് ഫേക്കാണ് ചേച്ചി, അയച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വീണില്ല. അയ്യോ ചേച്ചി, എൻ്റെ പൈസ പോയല്ലോ. ആരോടും പറയാതെ ഞാൻ പൈസ അയച്ചു കൊടുത്തതാ ചേച്ചി. എന്ത് ചെയ്യൂ ഇനിയിപ്പോൾ? FB-യിൽ കുറേ നല്ല ആൾക്കാരും കുറേ ഫ്രോഡുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കണ്ടറിഞ്ഞ് ഫ്രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് ചീറ്റിംഗ് സംഭവിക്കാം.